ഹായ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനൊരു സോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഒരു സോപ്പ് ഞാൻ ഉണ്ടാക്കി കാണിച്ചായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ വീട്ടിലോട്ട്. എല്ലാം നാച്ചുറലാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ ഇടുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഇച്ചിരി ശകലം ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്, വീട്ടിൽ ആവശ്യമല്ലേ. ഒരു 2 സ്പൂണ് അരിപ്പൊടി ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് ഗ്ലിസറിൻ. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്നത് കുങ്കുമപ്പൂ മഞ്ഞളാണ് കേട്ടോ, മഞ്ഞൾ സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗ്ലിസറിൻ 1 സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് അടുത്തത് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ആഡ് ചെയ്യുക. നന്നായിട്ട് ആഡ് ചെയ്തെടുക്കുക. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കടുത്തത് വൈറ്റമിൻ ഇ 2 ഒഴിക്കാം. ഓക്കെ, 2 ഒഴിക്കാം. രണ്ട് വൈറ്റമിൻ ഇ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അടുത്തത് നമുക്ക് ഇതിന് നല്ല സോപ്പിന് നല്ല മണമൊക്കെ വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ചിൻ്റെത് അത് ഒരു ആവശ്യത്തിന് നമ്മൾ ഒന്ന് ഒഴിക്കുക. ഒരു 5 മില്ലി. ഓക്കെ, അപ്പോൾ നല്ല സോപ്പിന് നല്ല മണം കിട്ടും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്തത് കുങ്കുമപ്പൂ നമുക്ക് ടിഷ്യൂവിൽ വെച്ചൊന്ന് ഇച്ചിരി കുങ്കുമപ്പൂ. ഗ്യാസ് കത്തിക്കട്ടെ. ഗ്യാസ് എടുത്ത് ഒന്ന് ചൂടാക്കാൻ. ഒരു ശകലം എടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് പൊതിയുക. നന്നായിട്ട് പൊതിഞ്ഞ് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഓക്കെ, തീ കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ചൂടായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഓക്കെ, നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ആവണം. എല്ലായിടത്തും കാണുന്ന മണം നോക്കട്ടെ. നല്ല മണമാണ് കേട്ടോ. അപ്പോൾ കുളിച്ചിറങ്ങുമ്പോഴത്തേക്ക് നല്ല സുഗന്ധത്തോടെ നമുക്ക് കുളിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ, നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം. അടുത്തത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ പകുതി എടുക്കാം.
ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെ മുറിക്കാം. ഇത് നമുക്ക് സോപ്പിനൊക്കെ നല്ല പതയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്കിതെല്ലാം കട്ട് ചെയ്ത് വരാം. ഇത് നമ്മൾ കട്ട് ചെയ്തായിരുന്നു. ഇതിന് നമുക്കിനി ചൂടുവെള്ളം അതിൻ്റെ പുറത്തോട്ട് നമുക്കിത് വയ്ക്കാം. ഓക്കെ, എന്നിട്ടിത് ഒന്ന് മെൽറ്റായി വരട്ടെ. നന്നായിട്ട് മെൽറ്റാവണം. മെൽറ്റായി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ മെൽറ്റ് ആവാനുണ്ട്. ആയി വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി കൂടെ ഉണ്ട്. ഓക്കെ, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. എല്ലാം മെൽറ്റായി. നമുക്കിനി ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് നമുക്കൊന്ന് അടിയിൽ നിന്ന് ഇളക്കി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒഴിക്കണേ, അല്ലെങ്കിൽ അടിയിൽ കട്ടിയായിട്ടിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ തീ ഓഫ് ചെയ്യാം. നമുക്ക് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഒരു 5 മിനിറ്റ് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒഴിക്കാം. ഫാൻ എടുത്ത് അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് തണുക്കാൻ വെച്ചു. ഒരുപാട് തണുക്കാൻ വെക്കരുത്, കട്ടിയായി പോവും. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിൽ ആഡ് ചെയ്യാം. കുറേശ്ശെയായിട്ട് ഒഴിക്കുക. നമുക്ക് കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ് വന്ന 6 സോപ്പിന് നമുക്ക് കിട്ടി കേട്ടോ. കറക്റ്റായിട്ട് കിട്ടി. ഇതിന് നമുക്ക് സെറ്റാകാനായിട്ട് വെച്ചേക്കണം. ഇത് നാളെ രാവിലെ നമുക്കിത് അനക്കാതെ വെച്ചേക്കണം. നാളെ രാവിലെ നമുക്കിത് എടുക്കാം സോപ്പ്. അപ്പോഴും കാണിക്കാം വീഡിയോ. ഓക്കെ, നാളെ കാണിക്കാം. ഞാൻ സോപ്പ് ഇന്നലെ ചെയ്തായിരുന്നല്ലോ, അപ്പോൾ സെറ്റ് ചെയ്ത് ഇന്നലെ വെച്ചായിരുന്നു. അപ്പോൾ അതിപ്പം സെറ്റായിട്ടുണ്ട്. അതിപ്പോൾ നമുക്കെടുത്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, വാവ്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സോപ്പ്. നല്ല രാത്രി വെച്ചതാണ്. ഒരു 10 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വയ്ക്കണ്ട. ഓക്കെ, നല്ല കുങ്കുമപ്പൂവും മഞ്ഞളും പച്ചരിയും കൂടെയുള്ള നല്ലൊരു സോപ്പ്. വീട്ടിലെ ഡിഷ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം. എന്തിനാ പുറത്തുനിന്ന് നമ്മൾ മേടിച്ച് നമ്മൾ കെമിക്കലൊക്കെ എടുത്ത് ഇതാക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നാച്ചുറലാണ്. നമുക്ക് ഇത് ഉണ്ടാക്കി നമുക്ക് വീട്ടിലെ ഏത് ഫ്ലേവറിലും നമുക്ക് ഉണ്ടാക്കാം. ഇനി ഞാൻ അടുത്ത നല്ലൊരു ഫ്ലേവറുമായിട്ടായിരിക്കും വരുന്നത് സോപ്പിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കൊരു സോപ്പിൻ്റേത് വേറെ ഇട്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല പതയും നല്ല ഇതുമാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്തൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.